അല്ലാഹുതആല ഭൂമിയെ സൃഷ്ടിച്ച സമയത്ത് ഭൂമി ഇളകാൻ തുടങ്ങി. ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു പർവ്വതങ്ങളെയും സൃഷ്ടിച്ചു. ഇത് കണ്ട അത്ഭുതം തോന്നിയ മലക്കുകള് അള്ളാഹുവിനോട് ചോദിക്കാണ്, ഇതാണോ റബ്ബേ നിന്റെ സൃഷ്ടിപ്പില് ഏറ്റവും കരുത്തുറ്റത്? അല്ലാഹുതആല മറുപടി പറഞ്ഞു, പർവ്വതങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇരുമ്പാണ് അതിനേക്കാൾ ശക്തിയുള്ളത്. വീണ്ടും മലക്കുകൾ ചോദിച്ചു, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളത് എന്തെങ്കിലും നിന്റെ സൃഷ്ടിപ്പിലുണ്ടോ? അള്ളാഹു വീണ്ടും പറഞ്ഞു, ഇരുമ്പിനെ ഉരുക്കാൻ കഴിയുന്ന തീയാണ് അതിനേക്കാൾ ശക്തിയുള്ളത്. വീണ്ടും മലക്കുകൾ ചോദിക്കുകയാണ്, തീനേക്കാൾ പവറുള്ള വല്ലതും നിന്റെ സൃഷ്ടിയിലുണ്ടോ? അള്ളാഹുവിന്റെ മറുപടി, ഉണ്ട്, തീനെ അണയ്ക്കാൻ കഴിയുന്ന ജലമാണ് അതിനേക്കാൾ ശക്തിയുള്ളത്. മലക്കുകള് വീണ്ടും ചോദിക്കുകയാണ്, ജലമാണോ റബ്ബേ നിന്റെ സൃഷ്ടികളിലെ ഏറ്റവും ശക്തിയുള്ളത്? അള്ളാഹു മറുപടി പറയുകയാണ്, അല്ല, ജലത്തിന്റെ ഗതി മാറ്റാൻ കഴിയുന്ന കാറ്റാണ് അതിനേക്കാൾ ശക്തിയുള്ളത്. വീണ്ടും മലക്കുകൾ ചോദിക്കുകയാണ്, ഇതിനേക്കാൾ ശക്തിയുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടോ? ആ സമയം അള്ളാഹു മറുപടി പറയാണ്, ബനു ആദം, മനുഷ്യനാണ് അതിനേക്കാൾ ശക്തിയുള്ളത്. ഈ സമയത്ത് മലക്കുകൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, മനുഷ്യനോ? അതെ, ഇടതുകൈ അറിയാത്ത രീതിയിൽ വലതുകൈ കൊണ്ട് ദാനം ചെയ്യുന്ന മനുഷ്യരാണ് എൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും കരുത്തുറ്റത്. ഈ റമളാനിലെ വലിയ ഇബാദത്തൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ സ്വതക്ക കൊണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെടുക. വെള്ളം തീയെ കെടുത്തുന്നത് പോലെ തന്നെ ദാനം പാപങ്ങളെ മായ്ച്ചു കളയും.